മേധാവി പ്രധാന വാർത്തകൾ. കാനാട് LP സ്കൂൾ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. 108ാം സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പിനെ വരവേൽക്കാൻ ഒരുങ്ങി കാനാട് LP സ്കൂൾ. ഇത്തവണ ശക്തരായ 6 സ്ഥാനാർത്ഥികളാണ് സ്കൂൾ ലീഡർ, ഡെപ്യൂട്ടി ലീഡർ എന്നീ സ്ഥാനങ്ങളിലേക്ക് മത്സരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം, നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടങ്ങിയ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളെല്ലാം തന്നെ ജനാധിപത്യ പ്രക്രിയയുടെ നേർക്കാഴ്ചകളായി മാറി. നമ്മോട് പങ്കുവെക്കാൻ മുൻ സ്കൂൾ ലീഡർ സൂര്യതേജ് VC ലൈനിൽ ചേരുന്നു. ശ്രീ സൂര്യതേജ്, നമ്മളേവരും 2024-25 വർഷത്തെ തെരഞ്ഞെടുപ്പിനെ ഉറ്റുനോക്കുകയാണ്. എന്തൊക്കെയാണ് താങ്കളുടെ തെരഞ്ഞെടുപ്പ് ഓർമ്മകൾ? എങ്ങനെയാണ് ഇത്തവണത്തെ ഇലക്ഷനെ താങ്കൾ നോക്കിക്കാണുന്നത്? പറയൂ. 2023-24 കാലയളവിൽ കാനാട് LP സ്കൂളിന്റെ സ്കൂൾ ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ട സൂര്യതേജാണ് ഞാൻ. വളരെയധികം വാശിയേറിയ ഒരു തിരഞ്ഞെടുപ്പ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ കാനാട് LP സ്കൂളിന്റെ സ്കൂൾ ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഞാൻ അഭിമാനിക്കുന്നു. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒന്നും നമുക്ക് അറിയാത്തൊരു കാലത്ത് ഇത്തരത്തിൽ ഒരു തിരഞ്ഞെടുപ്പ് നടന്നത് കാരണം എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുവാൻ സാധിച്ചു. അന്ന് 8 പേർ മത്സര രംഗത്ത് ഉണ്ടായിരുന്നു. എല്ലാവരും വളരെയധികം ഉത്സാഹപൂർവ്വം തിരഞ്ഞെടുപ്പിനെ കണ്ടു. ഈ വർഷവും അത്തരത്തിലുള്ള വാശിയേറിയ ഒരു മത്സരം നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ശ്രീ സൂര്യതേജ്, നമുക്കായി താങ്കളുടെ വിലപ്പെട്ട സമയം നീക്കിവെച്ചത്. പോളിംഗ് ബൂത്തിലെ വിശദാംശങ്ങളുമായി നമ്മുടെ റിപ്പോർട്ടർ ചേരുന്നു. താങ്കൾ ഇപ്പോൾ എവിടെയാണുള്ളത്? എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? സ്ഥാനാർത്ഥികൾ ആരെങ്കിലും വോട്ട് രേഖപ്പെടുത്തിയോ? അലങ്കൃത, ഞാനിപ്പോൾ ഉള്ളത് കാനാട് LP സ്കൂളിന്റെ പ്രധാന കവാടത്തിന് സമീപത്താണ്. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് ചില കന്നി വോട്ടർമാരാണ്. നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണല്ലേ വോട്ട് ചെയ്യുന്നത്? അലങ്കൃത, അവരെല്ലാവരും അവരുടെ വോട്ട് രേഖപ്പെടുത്തിയ സന്തോഷത്തിലാണ് ഉള്ളത്. വോട്ടിംഗ് പുരോഗമിക്കുന്നു. കാനാട് LP സ്കൂളിൽ നിന്ന് ഞാൻ ദേവാഞ്ജന ശ്രീസ്ത. വിവരങ്ങൾ പങ്കുവെക്കാൻ നമ്മോടൊപ്പം മറ്റൊരു റിപ്പോർട്ടർ കൂടി ചേരുകയാണ്. ദേവശ്രീ, പറയൂ, എന്തൊക്കെയാണ് അവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ? താങ്കളോടൊപ്പം ആരൊക്കെയാണുള്ളത്? അലങ്കൃത, ഞാനിപ്പോൾ കാനാട് സ്കൂളിൽ ബൂത്തിൽ മികച്ച പോളിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ കൂടെ സ്കൂളിലെ പ്രധാന അധ്യാപികയായിട്ട് ശ്രീജിതാണുള്ളത്. ടീച്ചർക്ക് എന്തൊക്കെയാണ് ഇത്തവണത്തെ ഇലക്ഷനെ സംബന്ധിച്ച് പറയാനുള്ളത്? കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ച പോളിംഗ് ആണ് ഈ വർഷം നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ബൂത്തിലും തന്നെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഇലക്ഷൻ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നന്ദി ടീച്ചർ, നമുക്കായി അല്പസമയം മാറ്റി വെച്ചിട്ടുണ്ട്. പ്രധാന അധ്യാപികയായി ശ്രീ ടീച്ചറുടെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. കാനാട് LP സ്കൂളിൽ നിന്നും കാനാട് വാർത്തകളായി ദേവശ്രീ. ഇപ്പോൾ കിട്ടിയ വിവരം, മികച്ച പോളിംഗ് ആണ് രാവിലെ മുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ഥാനാർത്ഥികൾ എല്ലാവരും ആത്മവിശ്വാസത്തിലാണ്. വിശദാംശങ്ങളുമായി മറ്റൊരു റിപ്പോർട്ടർ ചേരുന്നു. കാണാൻ തത്സമയ ദൃശ്യങ്ങൾ. അലങ്കൃത, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കാനാട് LP സ്കൂളിലാണ്. ഇവിടെ വോട്ടിംഗ് ആരംഭിച്ചിട്ടുണ്ട്. വോട്ടിംഗിന്റെ ആദ്യ ഭാഗത്ത് തന്നെ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മളോടൊപ്പം ഏതാനും വോട്ടർമാരുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഹായ്, എല്ലാവരും വോട്ട് രേഖപ്പെടുത്തിയോ? ആര് വിജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? അലങ്കൃത, ഏതായാലും ഇവിടെ കടുത്ത മത്സരം തന്നെയാണ് നടക്കുന്നത്. കാനാട് LP സ്കൂളിൽ നിന്നും കാനാട് വാർത്തകൾക്കായി റിപ്പോർട്ടർ ശിവാനി. കഴിഞ്ഞ വർഷത്തെ ഇലക്ഷൻ ഓർമ്മകളുമായി നമ്മുടെ മുൻ ഡെപ്യൂട്ടി ലീഡർ അർണവ് ലൈനിൽ ചേരുന്നു. പറയൂ അർണവ്, എന്തൊക്കെയാണ് താങ്കളുടെ ഇലക്ഷൻ ഓർമ്മകൾ? എങ്ങനെയാണ് ഇത്തവണത്തെ ഇലക്ഷനെ താങ്കൾ നോക്കിക്കാണുന്നത്? മധുരമുള്ള ഒരുപാട് ഓർമ്മകൾ സമയത്ത് സ്കൂളാണ് എൻ്റെ കാനാട് LP സ്കൂൾ. സ്കൂളിലെ ലീഡർ തെരഞ്ഞെടുപ്പ് ഏറെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നാണ്. കഴിഞ്ഞ വർഷത്തെ സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പിൽ ഞാനും മത്സരിച്ചിരുന്നു. വാശിയേറെ മത്സരത്തിൽ ഞാൻ ഡെപ്യൂട്ടി ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇലക്ഷൻ എങ്ങനെ നടക്കുന്നത് എന്ന് മനസ്സിലാക്കിയത് ഞാൻ കാനാട് LP സ്കൂളിൽ നിന്നാണ്. സ്കൂളിനും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും എല്ലാവിധ നന്മകളും നേരുന്നു. ശക്തമായ പോളിംഗിന് ശേഷം വോട്ടെണ്ണൽ ആരംഭിച്ചു. ഇവരിൽ ആര് നേടും കാനാട് LP? സ്ഥാനാർത്ഥികളും അവരെ പിന്താങ്ങുന്നവരും മറ്റു വോട്ടർമാരും എല്ലാവരും തന്നെ ആവേശത്തിലാണ്.
വോട്ടെണ്ണൽ പ്രക്രിയയുടെ ദൃശ്യങ്ങളിലേക്ക്. ഇഞ്ചോടിഞ്ച് മത്സരമാണ് കാഴ്ചവെക്കുന്നത്. പക്ഷേ ജയം ആർക്കൊപ്പം എന്ന് ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല. തത്സമയ വിവരങ്ങൾ നിങ്ങളിൽ എത്തിച്ചുകൊണ്ട് കാനാട് വാർത്തകൾ. ഇപ്പോൾ കിട്ടിയ വിവരം, വോട്ടെണ്ണൽ പൂർത്തിയായിരിക്കുന്നു. ആരാണ് വിജയി എന്നറിയാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം. കാണാം തത്സമയ ദൃശ്യങ്ങൾ. ഏവരും ഉറ്റുനോക്കിയ സ്കൂൾ ഇയർ ഇലക്ഷൻ 2024 ഇതാ പരിസമാപ്തിയിലേക്ക്. ഇഞ്ചോടിഞ്ച് മത്സരത്തിനൊടുവിൽ ദ്രുപദസ് വിജയിച്ചിരിക്കുന്നു. നിയുക്ത സ്കൂൾ ലീഡർ ദ്രുപദിന് അഭിനന്ദനങ്ങൾ. ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്തേക്ക് ഗോപിക കെ വിജയിച്ചിരിക്കുന്നു. ഡെപ്യൂട്ടി ലീഡർ ഗോപികൾക്ക് അഭിനന്ദനങ്ങൾ. ആവേശക്കാഴ്ചകൾ തത്സമയം നിങ്ങൾക്കായി നൽകിക്കൊണ്ട് കാനാട് വാർത്തകൾ. വാർത്തകൾ ഇലക്ഷൻ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. വീണ്ടും കാണാം. ഞാൻ അലങ്കൃതാവി.